Welcome to my project of a self-built boat. I built a Glass Globe 580 and I show you now how we built the frame S. I have today a special guest from India. It's Mithun, and Mithun talk to you in Malayalam. Hi friends, ഞാൻ ഇന്ന് കൂടുതൽ എൻ്റെ സുഹൃത്തായ മാർക്ക് വെക്കൽമാൻ്റെ പ്രൊമോട്ട് ചെയ്യുന്നു. അദ്ദേഹം ഒരു സെയിലിംഗ് ബോട്ട് നിർമ്മിക്കുകയാണ്. ഗ്ലാസ് ഗ്ലോബ് 518 എന്നൊരു സെയിലിംഗ് ബോട്ടാണ് അദ്ദേഹം നിർമ്മിക്കുന്നത്. അതിൻ്റെ പ്ലാനിങ് കാര്യങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്തല്ല, ഏകദേശം പൂർത്തീകരിച്ചു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മളിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുകളിലത്തെ വർക്ക് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് ഹോള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഗമ്മ് ഉപയോഗിച്ച് സ്ക്രൂ ചെയ്ത് സെറ്റാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഇനി മാർക്കെല്ലാം പറഞ്ഞു. I have prepared the parts, the wood parts, and I have drilled some holes. Then we glue it with epoxy and screw it and fix it tight. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് ഗ്ലോബ് 580 സെയിലിംഗ് ബോട്ടിൻ്റെ പ്ലാന് കാര്യങ്ങൾ. ഇതിപ്പോൾ എൻ്റെ സുഹൃത്തായ മാർക്ക് വെക്കൻമാൻ്റെ ഒരു പ്ലാൻ കാര്യങ്ങളാണ്. അദ്ദേഹമാണ് ഇത് നിർമ്മിക്കാൻ പോകുന്നത്. കാരണം അദ്ദേഹം ഇത് സ്വന്തമായിട്ട് നിർമ്മിച്ച് അദ്ദേഹത്തിൻ്റെ ഡ്രീമായ അറ്റ്ലാന്റിക് സീയിലൂടെ ഒരു യാത്ര വിത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മെലനിയുമായിട്ടുള്ളൊരു ട്രാവൽ ചെയ്യാനാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാന് കാര്യങ്ങളാണ്. ഇത് 350 യൂറോ ഉണ്ടെങ്കിൽ ഈ പ്ലാന് കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമുക്ക് തന്നെ ഒരു ബോട്ട് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് തുടങ്ങാം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. പിന്നെ എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്ലാന് കാര്യങ്ങളുള്ളത്. ഇതിപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പോവുകയാണ്. 2028 അദ്ദേഹം ഇത് ഈ അറ്റ്ലാന്റിക് യാത്ര നടത്താൻ പ്ലാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ 2026 ഫെബ്രുവരി ഞങ്ങൾ 2025 ഡിസംബറിലാണ് തുടങ്ങിയത്. ഒരു 3 മാസം ആവാനായി. ഏകദേശം ഇത്രയേറെ പരിപാടികൾ കഴിഞ്ഞ് ബാക്കി കൂടി ഉണ്ട്. എന്തായാലും നിങ്ങൾ 2028 അറ്റ്ലാന്റിക് സീ തകർക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇത് അദ്ദേഹം ഏകദേശം പൂർത്തീകരിച്ച ഭാഗങ്ങളാണ്. സെയിലിംഗ് ബോട്ടിൻ്റെ ഏകദേശം പ്ലാൻ ചെയ്ത് വെച്ച് ഏകദേശം അതിൻ്റെ പ്ലാനും കാര്യങ്ങൾ തീർത്ത ഭാഗങ്ങളാണ് അതൊക്കെ. ഇതിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ചെയ്യാനുള്ള പരിപാടിയാണ് ഞങ്ങളിപ്പോൾ. ഇതിപ്പോൾ ഓൾറെഡി ഫിനിഷ് ചെയ്ത ഭാഗങ്ങളാണ്. ബാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇതിപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. നമുക്ക് അടുത്ത സെറ്റാക്കി നോക്കാം. Now I do the screws inside the hole. Now a little bit look out. This is enough. And I do in every hole I do a screw. സ്ക്രൂ ഇട്ടിട്ടുണ്ട്. അടിയിൽ സ്ക്രൂ ഇട്ട് അതേപോലെ തന്നെ സ്ക്രൂ മുകളിലേക്ക് ഇടാം. അധികം ഓവറായിട്ട് വരരുത്, ഇത്ര വരെ വന്നാൽ മതി. ബാക്കി സെറ്റാക്കാം. Look a little bit outside so we find the right position later when we put it on. You see, it's perfect. So the position is perfect. Now we clean everything with air and then we can glue with epoxy the pieces together and fix it with the screw. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഈ സ്ക്രൂ എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതാ മുകളിൽ ഇതേപോലെ ഇത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. കറക്റ്റ് ഈ പൊസിഷനിൽ പോകുന്നത് ഇത് കറക്റ്റാണ്. എന്നിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഗ്ലൂ, അതായത് നമ്മുടെ പശ വെച്ച് സെറ്റാക്കും.
അതാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി. ഓക്കെ, We mix now the epoxy. അപ്പോൾ നമ്മൾ പശ സെറ്റാക്കുകയാണ്. അപ്പോക്സി എന്നാണ് ഇതിൻ്റെ പറയൽ. അത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മിക്സിങ് ആണ്. ഇപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടും കൂടി എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. Now we do the epoxy, the pure epoxy on the wood. അപ്പോൾ നമ്മളിപ്പം എപ്പോക്സി, അതായത് പശ, നേരത്തെ നമ്മളെടുത്ത് മിക്സാക്കി പശ ഇതിലേക്ക് നൈസാക്കി ഒന്ന് മിക്സാക്കിയിട്ട് നല്ല തേച്ച് മിനുക്കുകയാണ്. അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം Hallo Freunde, jetzt noch was in eigener Sache. Ihr wisst, ich snacke gerne und am liebsten gesunde Snacks wie Nüsse, Trockenfrüchte oder auch mal eine Mischung. Und das kauft ihr am besten bei ingwerundtrockenfrüchte.de. Die Seite habe ich mal selbst aufgebaut und mittlerweile führen das meine Nachbarn und Freunde Klaus und Jackie. Hier könnt ihr verschiedene Nüsse und Trockenfrüchte ganz nach Bedarf bestellen. Es gibt aber auch Hanfsamen oder Leinsamen, alles was ihr fürs Müsli braucht. Einfach mal durchschauen und nach Belieben bestellen. Aber jetzt snack ich noch. Und am liebsten Maulbeer. അപ്പോൾ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഗമ്മ പശ എപ്പോസിലിൻ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 5 മിനിറ്റ് ഇനി വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് എന്നിട്ട് ബാക്കി പരിപാടി നടത്താം. ഓക്കെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ട് സെറ്റാക്കാം. Okay, we have already put the epoxy on the wood everywhere. Yes. And we have now to wait minimum 5 minutes before we go on. I am now thickening the epoxy with microfibers. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ പശ ഗമ്മ് അപ്പോസിലേക്ക് നമ്മൾ മൈക്രോ ഫൈബർ ആഡ് ചെയ്യണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Next I will apply the thickening epoxy. അടുത്തതായി നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പോസയും അതേപോലെ മൈക്രോ ഫൈബറും കൂടിയുള്ള മിക്സാക്കിയ സെക്കൻഡ് അപ്പോസിലിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ബാക്കി അടുത്ത് പറയാം, സെറ്റാക്കാം. Now we're fixing the wood with the screws. നമ്മളിപ്പോൾ രണ്ടാമത്തെ അപ്പോസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഫിക്സ് ചെയ്യാണ് സ്ക്രൂ വെച്ചിട്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെറ്റായിക്കൊണ്ടിരിക്കുന്നത്.
guys, now we are finished with frame S. When you more interest, follow us on Instagram, Facebook, TikTok and on our web blog. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പോർഷൻ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പോർഷനെ നമുക്ക് വൈകാതെ കാണാം. ഫേസ്ബുക്ക്, ടിക്ടോക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എല്ലാത്തിലും അടിച്ച് കയറുക.